നമസ്കാരം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ. രക്തം പമ്പ് ചെയ്യുമ്പോൾ ധമനികളുടെ ഭിത്തിയിലുണ്ടാകുന്ന അമിതമായ സമ്മർദ്ദമാണിത്. പലപ്പോഴും യാതൊരു ലക്ഷണങ്ങളും കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇതിനെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നു. തലവേദന, അമിതമായ കിതപ്പ്, തലകറക്കം എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാകാം. ഇത് കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ BP ഫലപ്രദമായി നിയന്ത്രിക്കാം. ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക. ഉപ്പിലടങ്ങിയിരിക്കുന്ന സോഡിയം രക്തസമ്മർദ്ദം കൂട്ടുന്നു. അതിനാൽ അച്ചാറുകൾ, ഉപ്പിലിട്ട സാധനങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഏത്തപ്പഴം, ചീര, ഉരുളക്കിഴങ്ങ് എന്നിവ കഴിക്കുന്നത് സോഡിയത്തിന്റെ ആഘാതം കുറയ്ക്കും. കൃത്യമായ ഉറക്കവും വ്യായാമവും BP കുറയ്ക്കാൻ സഹായിക്കും. അമിതവണ്ണം BP കൂടാനുള്ള ഒരു പ്രധാന കാരണമാണ്. തണ്ണിമത്തന്റെ വിത്തിൽ രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തണ്ണിമത്തന്റെ വിത്ത് ഉണക്കിപ്പൊടിച്ച് വയ്ക്കുക. ഈ പൊടി 1 ടീസ്പൂൺ വീതം 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ദിവസവും രാവിലെ കുടിക്കുക. മുരിങ്ങയിലയിൽ ധാരാളം പൊട്ടാസ്യവും വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട്. ഒരു പിടി മുരിങ്ങയില ചതച്ച് നീരെടുക്കുക. ഇതിൽ അല്പം തേൻ ചേർത്ത് ദിവസവും 2 നേരം കഴിക്കുന്നത് BP സാധാരണ നിലയിലാക്കാൻ സഹായിക്കും. വെളുത്തുള്ളിയിലെ ഹൈഡ്രജൻ സൾഫൈഡ് രക്തയോട്ടം സുഗമമാക്കുന്നു. 2-3 അല്ലി വെളുത്തുള്ളി ചതച്ച് 1 ഗ്ലാസ് പാലിലിട്ട് നന്നായി തിളപ്പിക്കുക. ഇത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുടിക്കുന്നത് BP കുറയ്ക്കാൻ സഹായിക്കും. ഏലക്കയിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി 1 സ്പൂൺ തേനിൽ ചാലിച്ചോ അല്ലെങ്കിൽ ചായയിൽ ചേർത്തോ ദിവസവും കഴിക്കുക. ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്തും. നെല്ലിക്ക നീരും ഇഞ്ചി നീരും തുല്യ അളവിലെടുത്ത് അല്പം വെള്ളം ചേർത്ത് രാവിലെ കുടിക്കുക. ഇത് കൊളസ്ട്രോളിനും BPക്കും ഒരുപോലെ ഫലപ്രദമാണ്.